രാവിലെ ഇഡലിക്ക് മാവ് അരച്ച് വെച്ചായിരുന്നു. അതിലിപ്പോൾ ഉപ്പൊക്കെ ചേർത്തൊന്ന് കലക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, വലിയ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. ഇനി കൊച്ചിന് ഇച്ചിരി കാപ്പി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് കൊടുത്തിട്ട് അവനെ ഉണർത്തണം. അപ്പോൾ ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോഴത്തേക്കിനും ഞാൻ തേയിലയൊക്കെ ഇട്ടായിരുന്നു. തേയിലയൊക്കെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നോണെ അതിലേക്ക് പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇഡലിയുടെ കൂടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചമ്മന്തി തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്തായിരുന്നു. അപ്പോൾ കടുക് വറുത്തിട്ട് ചമ്മന്തി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി തിക്കായിട്ട് കൊച്ചിന് കൊണ്ടുപോകാൻ ടിഫിൻ ഞാൻ എടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കാം. കാരണം അവൻ ഇച്ചിരി ലൂസായ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞാലോ എന്നും പറഞ്ഞ് ഞാൻ ഇച്ചിരി തിക്ക് ഇതുവരെ ഞാനിങ്ങനെ ചട്നി കൂട്ടി അവന് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഇഡലി ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ അകത്തൊരു ഫോർക്കൂടെ വെക്കുന്ന ഉടനെ അവനത് കയ്യിലാകാതെ കുത്തി കഴിച്ചോളുമല്ലേ. അങ്ങനെ ഇപ്പോൾ അവന് ടിഫിനൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടിഫിനൊക്കെ ഒന്ന് തയ്യാറാക്കി അവന് 6:15 ബസ് വരും. അപ്പോഴത്തേക്കിന് കൊണ്ടുപോകണം. അപ്പം ഞാൻ അത് കഴിഞ്ഞ ശേഷം പിന്നെ ചായയും കൂടെ കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊക്കെ കോളേജിൽ കൊണ്ടുപോകാൻ ഇവനൊന്നും കൊണ്ടുപോകത്തുമില്ല, കഴിച്ചിട്ടും പോകത്തില്ല. ഉച്ചയാകുമ്പം വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു എഗ്ഗ് ദോശ ഇങ്ങനെ ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് റോൾ ചെയ്തേ. ആ മുട്ടയ്ക്കകത്ത് ഇച്ചിരി സവാളയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഇങ്ങനെ ദോശയുടെ മാവിൻ്റെ മണ്ടേ ഒഴിച്ച് അതവന് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു വിട്ട്. വേണ്ടെന്ന് പറയും. പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊടുത്ത് വിടുന്നതാണ്. ഒരെണ്ണമെങ്കിലും കഴിച്ചാൽ അത്രയാവട്ടെ, രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതല്ലേ. പിന്നെ കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ഞാൻ പിന്നെ രാവിലത്തെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അപ്പോൾ അരിയും കൂടെ ഒന്ന് കഴുകി അടപ്പത്തിടട്ടെ. അപ്പോൾ അരി കഴുകി അടപ്പത്തിട്ടു. എന്നിട്ട് അത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. പിന്നെ തോരൻ വെക്കാൻ കാബേജാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ 3-4 ഇലകൾ ഇത്തിരി കേട് പോലായിരുന്നു. അതെല്ലാം ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് അതൊന്ന് കഴുകി ക്ലീനാക്കി അരിഞ്ഞുകൊണ്ട് വരട്ടെ. രാവിലെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് എല്ലാവർക്കും ചപ്പാത്തിക്ക് ഇത് കൊടുത്തു. അപ്പോൾ ലാസ്റ്റിൽ കുറച്ചുണ്ടായിരുന്നു. അന്നേരം ആ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. കാബേജൊക്കെ ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ ഓയിലൊഴിച്ചിട്ട് ഇച്ചിരി ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടുണ്ടാക്കുന്ന കാബേജ് തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കാബേജിൽ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറും. അപ്പോൾ തോരൻ അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒന്ന് ചൂടാക്കി ഞാൻ ആ കുക്കറിൻ്റെ അടിയിലാണ് ഇട്ടത്. കാരണം നമ്മൾ മുകളിൽ പൊടി ഇട്ടിട്ട് ഇങ്ങനെ പ്രഷർ വരുന്നുണ്ടെങ്കിൽ ചിലപ്പം വെള്ളം തെറിച്ച് പോവുകയാണെങ്കിൽ ആ മസാലയുടെയൊക്കെ സ്മെല്ല് എടുത്തൊരു ക്രാണം ഉണ്ടാവും. ഇതിൽ തന്നെ പുളിവെള്ളവും ചേർക്കുന്നുണ്ട്. 2-3 വിസിൽ വന്നതിന് ശേഷം ഞാൻ കടുക് വറുക്കുമ്പോഴാണ് ഞാൻ കായപ്പൊടിയും ചേർക്കുന്നത്. മുരിങ്ങയ്ക്ക ഞാൻ ലാസ്റ്റിലാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായി തിളപ്പിക്കും. അപ്പോൾ ആ മുരിങ്ങയ്ക്കൊക്കെ അങ്ങ് വേവും. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.